a child makes an equilateral triangle, then a square, then a regular pentagon, and so on. Using maths, തീപ്പെട്ടി കമ്പ് ഉപയോഗിച്ച് ഒരു കുട്ടി ഒരു ത്രികോണം ഉണ്ടാക്കുന്നു, പിന്നെന്താണ് സ്ക്വയർ ഒരു സമയത്തിൽ ഉണ്ടാക്കുന്നു, പിന്നെന്താണ് റെഗുലർ പെൻഡന്റ്. Increasing the number of sides by 1 at every stages. And ഓരോ സമയത്തും ഇവിടെ 3 വശങ്ങള്, 3 സൈഡ്സ്, ഇവിടെ 4 സൈഡ്സ്, ഇവിടെ എത്രയാണ് 5 സൈഡ്സ്. Write down the measures of one angle of each figure in succession as a sequence. ഇതിന്റെ അകത്തെ ഓരോ കോണുകൾ കണ്ടെത്തണം. ഇത് സമഭുജ ത്രികോണം ആയതുകൊണ്ട് n സമം 3, n സമം 3, here n സമം 4, n സമം 5. അപ്പൊ n തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു കോൺ നമുക്ക് കണ്ടെത്തണം. ആദ്യം തുക അറിയാം. തുക കാണാനുള്ള സമവാക്യം സം ഈക്വൽ ടു n മൈനസ് 2 ഇൻറ്റു 150. ഇവിടുത്തെ തുക എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ഇൻറ്റു 150 ഈക്വൽ ടു 1 ഇൻറ്റു 150 ഈക്വൽ ടു 150. ഇതാണ് തുക. ഇതിനകത്ത് ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ തുകയെ ആ വശം കൊണ്ട് ഹരിക്കുന്നതാണ്. 150/3 എത്രയാണ് 60 ഡിഗ്രി. അത് കഴിഞ്ഞു ഈ 4 വശങ്ങൾ എടുക്കാം. അപ്പൊ 4 വശങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൈനസ് 2 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 150 360. അതിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 60 ഡിഗ്രി ഇതുപോലെ ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിവൈഡ് ബൈ എത്ര വശങ്ങളുണ്ട് 4 വശം 90. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് റെഗുലർ എന്താണ് പെൻഡഗൺ വരുമ്പോ അതിന്റെ സം എന്ന് പറയുന്നത് 5 മൈനസ് 2 ഇൻറ്റു 150 n സമം 5. അപ്പൊ 5 മൈനസ് 2 3 ഇൻറ്റു 180 540. ഇതാണ് അതിന്റെ സം. ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 540 ഡിവൈഡ് ബൈ എത്ര വശം 5 വശം അതായിരിക്കും 180. Then the question is write down the measures of one angle of each figure in succession as a sequence. ഓരോ കോണാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. ശരിയാണോ? Second question, write down the sum of the measures of angles of each figures in succession as a sequence. തുകകൾ എഴുതണം. ഇത് കണ്ടോ, തുകകളുടെ ശ്രേണി എഴുതണം. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്തുവാ 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി. Third question, which of the above is an arithmetic sequence y? മുകളിലത്തെ ഏതാണ് arithmetic sequence? രണ്ടാമത്തെ. മുകളിലത്തെ അല്ല. എന്തുകൊണ്ടാ? കോമൺ ഡിഫറൻസ് നിങ്ങൾ കാണുമ്പോൾ സെയിം അല്ല. 90 മൈനസ് 60 30 കിട്ടും. 108 മൈനസ് 90 30 കിട്ടില്ല. അതുകൊണ്ട് അതല്ല സമാന ശ്രേണി അല്ല. ഇവിടെ 360 മൈനസ് 150 ചെയ്യുമ്പോൾ 150 കിട്ടും. 550 മൈനസ് 360 ചെയ്യുമ്പോഴും 150 കിട്ടും. അതായത് D1 ഉം D2 സെപ്പറേറ്റ് കാണാം. അത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് എന്താണ് സമാന ശ്രേണിയാണ്. സെക്കൻഡ് സീക്വൻസ് ആണ് ഇതിനകത്ത് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് can the difference between any two terms of the above sequence is 900 y? മുകളിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ശ്രേണികളുടെ ഡിഫറൻസ് 900 ആകുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കൂ, ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് 900 ആകുമോ എന്നാണ് ചോദ്യം അല്ലെ? എനി ടു ടേംസ്. അപ്പൊ നമ്മൾ പഠിച്ച തിയറി ഇതാണ്. ഡിഫറൻസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ 900 എഴുതിയിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ഇവിടെ ഞാൻ ഹരിച്ചു നോക്കി. യെസ്, 18 9 പ്രാവശ്യം 2 പ്രാവശ്യം 10/2 3D 5. അതായത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിന്റെ 5 ഇരട്ടിയാണ് 900. മനസ്സിലായോ? അപ്പോ നമ്മളോട് ചോദിച്ചേക്കാണ് ഇതിനകത്ത് ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 900 ആകുമോ എന്ന് ചോദിച്ചാൽ ആ വ്യത്യാസത്തെ നമ്മൾ 900 ചോദിച്ച ചോദ്യത്തെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കണം.
ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വ്യത്യാസമാകും. ശരിയായ എല്ലാവരും ശരി. Question number 2. Make a sequence with the perimeters of squares with each sides of length 1 cm, 2 cm, 3 cm and so on. നമുക്ക് സമയം തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ, പിന്നെ എത്രയാണ് 2 സെന്റിമീറ്റർ, പിന്നെയുള്ള സമയത്തിൽ എത്രയാണ് 3 സെന്റിമീറ്റർ. ഇങ്ങനെ വരുന്ന ശ്രേണിയുടെ എന്താണ് പെരിമീറ്ററിന്റെ ഇങ്ങനെ ഒരു സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ വീതി, 3 സെന്റിമീറ്റർ വീതി ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്ററിന്റെ ശ്രേണി കണ്ടുപിടിക്കണം. റൈറ്റ് സീക്വൻസ് ഓഫ് ദിസ് ഏരിയ ഓഫ് ദി സീക്വൻസ് സ്ക്വയർസ്. ഇതിന്റെ പെരിമീറ്ററിന്റെ ശ്രേണി കണ്ടുപിടിക്കണം. ഏരിയ പരപ്പളവിന്റെ ശ്രേണിയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ കാണാനുള്ള സമവാക്യം 4 into സൈഡ്. ഇവിടെ എന്താ വരാ? 4 into 1. ഇവിടെ എന്താ വരാ? 4 into 2. ഇവിടെയോ 4 into 3. 4 into 1 എത്രയാണ്? 4, 4 into 2 എന്താണ്? 8, 4 into 3 എന്താണ്? 12. So that's simple answer. The second question, area. Area ആണ്. Area എന്ന് പറഞ്ഞാൽ വശം into വശം. 1 into 1 എന്താണ്? 1, 2 into 2, 4, 3 into 3, 9. Second question കഴിഞ്ഞു. Third question. Question number 3. Question number 3 എന്താ പറയുന്നത്? Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural number leaving remainder 2 on division by 3. എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? Write down the sequence of natural numbers leaving remainder 1 on division by 3. അതായത് എണ്ണൽ സംഖ്യകള് നാച്ചുറൽ നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് എന്ത് വേണം? റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. ആ സീക്വൻസ് കിട്ടണം. നാച്ചുറൽ നമ്പർ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. ശിഷ്ടം 2 കിട്ടണം. ശിഷ്ടം 1 കിട്ടണം. മനസ്സിലായോ? അങ്ങനെയുള്ള ശ്രേണി നമ്മൾ കണ്ടെത്തണം. അപ്പോ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 3 ആണ്. ശിഷ്ടം 1 വന്നെങ്കിൽ 1 കൂട്ടാനുണ്ട്. അപ്പൊ എന്താണ്? 4 ആണ് അല്ലേ? സോ നാച്ചുറൽ നമ്പർ 4. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. ഇനി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഹരിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? അതാണ് പൊതുവ്യത്യാസം. അപ്പൊ അടുത്ത പദം കണ്ടെത്തിയുടെ അടുത്ത പദം എന്തായിരിക്കും? 7. ഇതിന് മുന്നേയുള്ള പദം കുറച്ചാ പോലെ വ്യത്യാസം എത്രയായിരിക്കും? സോ ദ ആൻസർ ഈസ് 1, 4, 7. ഇനി എണ്ണൽ സംഖ്യ 3 കൊണ്ടായിരിക്കും ശിഷ്ടം 2 കിട്ടണം. അപ്പൊ 3 2 കൂട്ടാം. എത്ര കിട്ടി? 5. 5നെ 3 കൊണ്ട് വെച്ച ശിഷ്ടം എന്ത് കിട്ടും? 2 കിട്ടും. പൊതു വ്യത്യാസം 3 ആണ്. 3 കൂട്ടായത് 5 3 എത്രയാണ്? 8. ഓക്കെ, ഇതിന് മുന്നത്തെ പദം കണ്ടുപിടിക്കാം. കാരണം എണ്ണൽ സംഖ്യകൾ വേണമല്ലോ. അപ്പൊ 5 ന് 3 പറയും. ഇവിടെ എത്ര കിട്ടും? 2. 2, 5, 8. ഇതാണ് എന്താണ് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്ന എന്ത് എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ശ്രേണി. നാലാമത്തെ ക്വസ്റ്റ്യൻ. Prove that the middle number among 3 consecutive numbers of an AP is half of sum of first and last numbers. Prove that the middle number among 3 consecutive numbers of an AP is half of sum of first and last numbers. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സമാന ശ്രേണിയെ തുടർച്ചയായ 3 പദങ്ങൾ. Consider continuous terms ABC. അതിന്റെ നടുവിലത്തെ പദം എന്ന് പറയുന്നത് ഈ സെന്ററിലെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് A പ്ലസ് C ബൈ 2 ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ്, കൺസിഡർ ദ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓഫ് an AP is ABC. തുടർച്ചയായ 3 പദങ്ങൾ ABC ആണെന്ന് എടുക്കാം. എന്നിട്ട് ഇവര് തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് D1. ഇവര് തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് D2. നമുക്കറിയാം ഇത് സമാന ശ്രേണി ആയതുകൊണ്ട് D1 ഉം D2 ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ വി നോ ദാറ്റ് D1 ഈക്വൽ ടു എന്താണ്? D2. ക്ലിയർ? വാട്ട് ഈസ് D1? സെക്കൻഡ് ഡേ മൈനസ് ഫസ്റ്റ് ഡേ. ദാറ്റ് ഈസ് B minus A equal to what is D2? Third term minus second term. C minus the D. മനസ്സിലായോ? Here ഈ മൈനസ് അപ്പുറത്തേക്ക് എടുത്തു. B
പ്ലസ് ഇവിടെ കിടക്കുന്ന ബി ഈ ബി കൊണ്ട് നോക്കുക പ്ലസ് ബി ഈക്വൽ ടു സി ഈ മൈനസ് അപ്പുറത്തേക്ക് വരും പ്ലസ് എ അപ്പൊ ബി ബി കൂടി എന്താവും 2b ഈക്വൽ ടു സി പ്ലസ് എ എ പ്ലസ് കുഴപ്പമില്ല. ഓക്കെ, ഇതിനെന്ത് മനസ്സിലായി? 2b ഈക്വൽ ടു എ പ്ലസ് സി ആണെങ്കിൽ ബി സമർത്ഥമായിരിക്കും എ പ്ലസ് സി ബൈ 2. ഈ 2 ഗുണിച്ചിരിക്കുന്നത് സമന്വയത്തിന് കഴിഞ്ഞു. ഇതാണ് ഒരു മെത്തേഡ്. ഇതാണ് മറ്റൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് പദങ്ങളെ നമുക്ക് ഫസ്റ്റ് സെൻട്രൽ ടേം എഫ് എന്ന് എടുക്കാം. അതിനുശേഷമുള്ള ടേം എഫിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുന്നത്, അതിന് മുന്നേ ഉള്ള ടേം എഫിനോട് കോമൺ ഡിഫറൻസ് എന്താണ് കുറയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എടുക്കാം. അങ്ങനെയാണല്ലോ ഒരു ടേം ഉണ്ടെങ്കിൽ അതിനോട് പൊതുവ്യത്യാസം കൂട്ടിയതാണ്, തൊട്ടടുത്ത ടേം പൊതുവ്യത്യാസം കുറച്ചതാണ് അതിന് മുന്നേ ഉള്ള പദം. എന്നിട്ട് നമ്മുടെ തിയറി എന്താ? ഇവരെന്താ ചോദിച്ചേക്കണത്? ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂട്ടി അതിന്റെ പകുതി എടുക്കുമ്പോൾ എന്ത് കിട്ടണം? മധ്യത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതും കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടാന്ന് നോക്കിയാൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടേം എഫ് മൈനസ് ബി പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? ലാസ്റ്റ് ടേം എഫ് പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പോവാൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻ? പ്ലസ് ടി മൈനസ് ടി എന്താണ്? വെട്ടിപ്പോകും. ഇറ്റ് ഈസ് 2f by 2. So 2 get cancelled. The answer is f. That means the first term plus the last term divided by the middle term. No. ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് ചെയ്യാം. ഓക്കെ.